ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് സംഭവിക്കാൻ സാധ്യതയുള്ള ഏറ്റവും കോമൺ ആയിട്ടുള്ള 5 മിസ്റ്റേക്സാണ് ഈ എപ്പിസോഡിൽ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഈ മിസ്റ്റേക്സിനൊപ്പം തന്നെ ഇത് എങ്ങനെ അവോയ്ഡ് ചെയ്യാമെന്ന് കൂടെ ഞാൻ പറയുന്നുണ്ട്. സോ ഈ മിസ്റ്റേക്സ് ഒക്കെ അവോയ്ഡ് ചെയ്തിട്ട് നല്ല രീതിയിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാനായിട്ട് ഈ ഒരു എപ്പിസോഡ് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. ഞാൻ അരുൺ ആൻഡ് വെൽക്കം ടു അനദർ എപ്പിസോഡ് ഓഫ് ഫിസിക്കൽ. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ വീഡിയോ മുഴുവൻ കണ്ടതിന് ശേഷം ഇത് യൂസ്ഫുൾ ആയെന്ന് തോന്നിയാൽ ചാനൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക. സോ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാൻ തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് പറ്റുന്ന ആദ്യത്തെ മിസ്റ്റേക്ക് അമിത പ്രതീക്ഷകളാണ്. 20 വയസ്സിനും 30 വയസ്സിനൊക്കെ ഇടയിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഒരു മൈൻഡ് സെറ്റ് എന്ന് പറയുന്നത് ക്വിക്ക് മണിയാണ്. നമുക്ക് പെട്ടെന്ന് വളരെ ഉയർന്ന റിട്ടേൺസ് കിട്ടണം. അപ്പോൾ നമ്മൾ ആകെ റിട്ടേൺസ് എന്ന് പറയുന്ന ഭാഗം മാത്രമേ നോക്കുള്ളൂ. എവിടെ നിന്നാണ് ഏറ്റവും കൂടുതൽ റിട്ടേൺസ് കിട്ടുന്നത്, എവിടെ നിന്നാണ് പെട്ടെന്ന് റിട്ടേൺസ് കിട്ടുന്നത്. അങ്ങനെ നമ്മൾ പലപ്പോഴും ഇത്തരം അബദ്ധങ്ങളിൽ പോയി പെടുന്നത് ഈ വലിയ റിട്ടേൺസ് മാത്രം കണ്ടിട്ടാണ്. അപ്പോൾ നമുക്ക് ആദ്യം വേണ്ടത് ഇന്ത്യയിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റുകളെ കുറിച്ചും അവയുടെ റിട്ടേൺസിനെ കുറിച്ചുമുള്ള ഒരു ധാരണയാണ്. ഈ ധാരണ വെച്ചിട്ട് വേണം നമ്മൾ ഏതൊരു ഇൻവെസ്റ്റ്മെൻറ്റിൽ നിന്നും ഒരു റിട്ടേൺസ് പ്രതീക്ഷിക്കാൻ. അപ്പോൾ ഇന്ത്യയിൽ 2 രീതിയിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റുകളാണ് നമുക്ക് പറ്റുക. ഒന്ന് സേഫ് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റുകളും മറ്റേത് മാർക്കറ്റ് ലിങ്ക്ഡ് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റുകളും. അപ്പോൾ സേഫ് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റുകളിൽ നിന്ന് നമുക്ക് 10% താഴെയാണ് എപ്പോഴും റിട്ടേൺസ് കിട്ടുക. അതായത് നമ്മൾ 1 ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ 10,000 രൂപയിൽ താഴെയാണ് ഒരു വർഷം നമുക്ക് കിട്ടുക. അതായത് മാസം 1000 രൂപ പോലും ഇതിൽ നിന്നും റിട്ടേൺസ് ഒരു വർഷം കൊണ്ട് കിട്ടില്ല. പിന്നെ ഇത്തരം ഇൻവെസ്റ്റ്മെൻറ്റുകളുടെ കാലാവധി കൂടുമ്പോൾ, അതായത് PPF പോലെ 15 വർഷത്തേക്കൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത പണത്തിൽ നിന്നുള്ള പലിശയ്ക്കും കൂട്ടുപലിശ ഇനത്തിൽ നമുക്ക് റിട്ടേൺസ് കിട്ടും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ കാലാവധി കൂടുമ്പോൾ ഇതിൽ നിന്ന് നമുക്ക് വളരെ ഉയർന്ന റിട്ടേൺസ് കിട്ടും. പക്ഷേ കുറഞ്ഞ സമയത്തിനുള്ളിൽ വലിയൊരു റിട്ടേൺസ് ഇത്തരം ഇൻവെസ്റ്റ്മെൻറ്റുകളിൽ നിന്ന് കിട്ടില്ല. അപ്പോൾ നമുക്ക് 10% മുകളിൽ റിട്ടേൺസ് വേണം. അപ്പോൾ അതിനായിട്ട് എന്ത് ചെയ്യണം? അതിനായിട്ട് നമ്മൾ ഷെയർ ട്രേഡിങ്ങോ അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റോ ചെയ്യണം. അപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റുകളുടെ പ്രത്യേകത, ഇൻവെസ്റ്റ്മെൻറ്റുകൾക്ക് റിട്ടേൺസ് കൂടുന്തോറും അവിടെ റിസ്ക്കും കൂടുതലായിരിക്കും. അപ്പോൾ നമ്മുടെ ചാനലിൽ പലരും കമൻ്റായിട്ട് ഇപ്പോഴും ചോദിക്കുന്നുണ്ട്, മ്യൂച്വൽ ഫണ്ടിനും ഷെയർ ട്രേഡിങ്ങിനും റിസ്ക് ഉണ്ടെന്ന് എല്ലാവരും പറയുന്നുണ്ട്. പക്ഷേ എന്താണ് റിസ്ക് എന്ന്? അപ്പോൾ ആ റിസ്ക് എന്താണെന്ന് ഞാൻ പറയാം, ശ്രദ്ധിച്ച് കേട്ടോളൂ. നമുക്ക് സേഫ് ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്ഷനുകളിൽ നമ്മൾ നിക്ഷേപിക്കുന്ന പണം എപ്പോഴും സേഫ് ആയിരിക്കും. പിന്നെ അതിൻ്റെ കൂടെ എത്ര ശതമാനമാണോ പലിശ, ആ പലിശയുടെ ഒരു എമൗണ്ടും ചേർത്തിട്ടാണ് നമുക്ക് തിരിച്ചു കിട്ടുക. പക്ഷേ മ്യൂച്വൽ ഫണ്ടിലും ഷെയർ ട്രേഡിങ്ങിലും നെഗറ്റീവ് റിട്ടേൺസ് വരാനുള്ള സാധ്യതയുണ്ട്. അതായത് 100 രൂപ നിക്ഷേപിച്ചിട്ട് 10% റിട്ടേൺസ് എങ്കിൽ നമ്മുടെ ടോട്ടൽ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ വാല്യൂ അപ്പോൾ 100ഉം 10ഉം ചേർത്ത് 110 രൂപയായിരിക്കും. പക്ഷേ നെഗറ്റീവ് റിട്ടേൺസ് വരുന്ന സമയത്ത് 10% നെഗറ്റീവ് റിട്ടേൺസ് ആണ് കിടക്കുന്നതെങ്കിൽ നമ്മൾ 100 രൂപ നിക്ഷേപിച്ചെടുത്ത് ഇപ്പോൾ 90 രൂപ മൂല്യമുള്ള യൂണിറ്റുകളെ അല്ലെങ്കിൽ ഷെയറുകളെ നമുക്ക് അപ്പോൾ കയ്യിലുണ്ടായിരിക്കുള്ളൂ. എന്ന് വെച്ച് നമുക്ക് നഷ്ടം മാത്രമല്ല വരുന്നത്, നമ്മൾ കൂടുതൽ സമയം ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ നഷ്ടമൊക്കെ നികത്തി നല്ല രീതിയിലുള്ള റിട്ടേൺസ് എടുക്കാൻ പറ്റും. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മൾക്ക് ഉയർന്ന റിട്ടേൺസ് ഓഫർ ചെയ്യുന്ന ഇത്തരം ഷെയർ ട്രേഡിങ്ങിലും മ്യൂച്വൽ ഫണ്ടിലും ഒക്കെ ഇതേപോലെ തന്നെ നെഗറ്റീവ് റിട്ടേൺസ് വരാനുള്ള സാധ്യതയും കിടപ്പുണ്ട്. അപ്പോൾ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ വളരെ ഉയർന്ന അമിത പ്രതീക്ഷയോടുകൂടി, അതായത് ഞാൻ ഇത്ര നിക്ഷേപിച്ച് എനിക്ക് ഇത്ര കിട്ടും എന്നുള്ള വളരെ ഉയർന്ന പ്രതീക്ഷയോടുകൂടി ഒരിക്കലും ഇൻവെസ്റ്റ്മെൻറ്റിന് പോകരുത്. വളരെ റിയലിസ്റ്റിക് ആയിട്ട് വേണം നിങ്ങൾ ഇൻവെസ്റ്റ്മെൻറ്റിനെ സമീപിക്കാൻ. ഇനി രണ്ടാമതായിട്ട് എല്ലാവരും ചെയ്യുന്നൊരു മിസ്റ്റേക്കാണ് നമുക്ക് അറിയാത്ത ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് സ്കീമിൽ പോയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ഇതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണം ഷെയർ ട്രേഡിംഗ് തന്നെയാണ്. ഷെയർ ട്രേഡിങ്ങിലൂടെ ലാഭം ഉണ്ടാക്കിയ ഒരുപാട് പേരുടെ കഥകൾ നമ്മൾ കേട്ടിട്ടുണ്ട്. അത് ചിലപ്പോൾ നമ്മുടെ ഫ്രണ്ട് സർക്കിളിൽ ആരെങ്കിലും ഉണ്ടാവും, അല്ലെങ്കിൽ ഫ്രണ്ടിൻ്റെ ഫ്രണ്ട്, അല്ലെങ്കിൽ നമ്മുടെ കൊളീഗ്, അല്ലെങ്കിൽ ബന്ധുക്കളുടെ ഫ്രണ്ട്സ്, അങ്ങനെ ഏതെങ്കിലും ഒരു ലാഭം ഉണ്ടാക്കിയുള്ള കഥ നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ട്. അപ്പോൾ അത് കേൾക്കുമ്പോൾ നമുക്കും തോന്നും എങ്കിൽ പിന്നെ നേരെ പോയി ഷെയർ ട്രേഡിങ് അങ്ങ് ചെയ്തേക്കാം, കുറേ കാശുണ്ടാക്കാം. പക്ഷേ ഇതേപോലെ തന്നെ ഷെയർ ട്രേഡിങ്ങിലൂടെ അറിവില്ലായ്മ കാരണം നഷ്ടം സംഭവിച്ച ആൾക്കാരുടെ കഥകളും ഉണ്ട്. പക്ഷേ അത്തരം കഥകൾ നമ്മൾ അധികം കേൾക്കുന്നില്ല. അതേപോലെ തന്നെ മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ട് അവർ ആ യൂണിറ്റ്സ് വിറ്റ് ഞാൻ കാറ് വാങ്ങി, അല്ലെങ്കിൽ ഞാനൊരു ട്രിപ്പ് പോയി, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒരു ആവശ്യത്തിന് മ്യൂച്വൽ ഫണ്ടിൽ നിന്നുള്ള പണം എടുത്ത് ഉപയോഗിച്ചതിൻ്റെ കഥ കേൾക്കുമ്പോൾ നമുക്കും തോന്നും എങ്കിൽ പിന്നെ നേരെ കയറിയെങ്കിൽ ചെയ്തേക്കാം. പക്ഷേ ഇവിടേക്കുള്ള പ്രശ്നം, ഈ ഇത്തരം ഇൻവെസ്റ്റ്മെൻറ്റുകൾ അവിടെ എന്താണ് സംഭവിക്കുന്നത്, ഇവിടെ നിന്ന് നമുക്ക് എങ്ങനെയാണ് ലാഭം കിട്ടുന്നത്, ഇവിടെ നഷ്ടസാധ്യതയുണ്ടോ, അങ്ങനെ നഷ്ടസാധ്യത വന്നാൽ എന്ത് ചെയ്യണം, ഇത്തരത്തിലുള്ള ഒരു കാര്യവും അറിയാതെയാണ് പലരും ഇത്തരം ഇൻവെസ്റ്റ്മെൻറ്റുകൾ ചെയ്യുന്നത്. സോ നിങ്ങൾ എന്ത് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുകയാണെങ്കിലും, അത് ഷെയർ ട്രേഡിങ്ങും മ്യൂച്വൽ ഫണ്ടും പോലെ ഇത്തിരി റിസ്ക് ഉള്ള ഇൻവെസ്റ്റ്മെൻ്റ് ആണെങ്കിലും ഇനി സേഫ് ഇൻവെസ്റ്റ്മെൻറ്റുകളാണെങ്കിലും ആ ഒരു ഇൻവെസ്റ്റ്മെൻറ്റിനെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും അറിഞ്ഞതിന് ശേഷം വേണം നിങ്ങൾ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാൻ. ഇപ്പോൾ ഓരോ ഇൻവെസ്റ്റ്മെൻറ്റിനും അതിനൊരു ദോഷമുണ്ടെങ്കിൽ അപ്പുറത്ത് മറ്റൊരു ഗുണമുണ്ടാവും. ഇപ്പോൾ PPF എന്ന് പറഞ്ഞ ഇൻവെസ്റ്റ്മെൻറ്റ് നിങ്ങൾ സ്റ്റാർട്ടിങ്ങിൽ തുടങ്ങുമ്പോൾ നിങ്ങൾ വിചാരിക്കും
15 വർഷത്തേക്ക് ഇൻവെസ്റ്റ് ചെയ്യണ്ടേ എന്ന് കരുതി നിങ്ങൾ ചിലപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യില്ല. പക്ഷേ ഈ PPFന് എല്ലാ വർഷവും 1.5 ലക്ഷം വരെ നിങ്ങൾക്ക് ടാക്സ് ബെനിഫിറ്റ് തരാനുള്ള ഒരു സ്കീമും കൂടെയാണ് PPF. അപ്പോൾ ഓരോ ഇൻവെസ്റ്റ്മെൻറ്റുകൾക്കും ഇത്തരത്തിൽ ഗുണങ്ങളും ദോഷങ്ങളും ഉണ്ട്. അപ്പോൾ അത് മുഴുവനായിട്ട് നോക്കിയിട്ട് നിങ്ങൾക്ക് ഈ ഡൗൺ ദ ലൈൻ എപ്പോഴെങ്കിലും ഇതിൽ നിന്ന് ഉപകാരങ്ങൾ ഉണ്ടാവുമോ എന്നൊക്കെ ചിന്തിച്ചിട്ട് വേണം നിങ്ങൾ ഏതൊരു ഇൻവെസ്റ്റ്മെൻറ്റും ചെയ്യാൻ. നിങ്ങളൊരു ബിഗിനറാണ്, നിങ്ങൾക്കൊരു ഷെയർ മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യണം, പക്ഷേ നിങ്ങൾക്ക് ഒരുപാട് കൺഫ്യൂഷൻസും ഡൗട്ട്സൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ നല്ല റിട്ടേൺസ് കിട്ടുന്ന രീതിയിൽ ഷെയർ മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ ഹെൽപ്പ് ആവുന്ന ഒരു ആപ്പ് ഞാൻ പരിചയപ്പെടുത്താം. ഈ ആപ്പിൻ്റെ പേരാണ് തേജി മന്തി. അപ്പോൾ തേജി മന്തി ആപ്പ് നിങ്ങളുടെ റിസ്ക് അപ്പറ്റൈറ്റ് അനുസരിച്ചിട്ടുള്ള ഒരു റെഡി ടു ഇൻവെസ്റ്റ് പോർട്ട്ഫോളിയോ നിങ്ങൾക്ക് തരും. ഈ പോർട്ട്ഫോളിയോയിൽ 15 മുതൽ 20 സ്റ്റോക്ക് വരെ ഉണ്ടായിരിക്കും, നല്ല ക്വാളിറ്റി സ്റ്റോക്സ്. അപ്പോൾ ഏതൊക്കെ സ്റ്റോക്ക് വാങ്ങണം, എന്തുകൊണ്ട് ഈ സ്റ്റോക്ക് വാങ്ങണം എന്നൊക്കെ അവർ കൃത്യമായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരും. പിന്നെ എല്ലാ ആഴ്ചയും മെയിലായിട്ടും വീഡിയോ ആയിട്ടൊക്കെ നിങ്ങളുടെ ഈ പോർട്ട്ഫോളിയോയുടെ അപ്ഡേറ്റ് നിങ്ങൾക്ക് തരും. സോ നിങ്ങൾക്ക് എല്ലാ ആഴ്ചയും ഈ പോർട്ട്ഫോളിയോയുടെ പെർഫോമൻസിൻ്റെ ഒരു അപ്ഡേറ്റ് കിട്ടിക്കൊണ്ടിരിക്കും. അപ്പോൾ തേജി മന്തി ആപ്പ് ഉപയോഗിച്ച് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് നിങ്ങൾ നിങ്ങളുടെ ഡിമാറ്റ് അക്കൗണ്ട് തേജി മന്തി ആപ്പുമായിട്ട് ലിങ്ക് ചെയ്യണം. അത് നിങ്ങൾക്കൊരു സിംഗിൾ ക്ലിക്ക് വെച്ച് ചെയ്യാൻ പറ്റും. തേജി മന്തി എന്ന് പറഞ്ഞാൽ ഫാസ്റ്റ് മാർക്കറ്റ് എന്നാണ് അർത്ഥം. അപ്പോൾ ഈ ബ്രാൻഡിൻ്റെ പേര് പലരും കേട്ടിട്ടുണ്ടാവില്ല, പക്ഷേ നമുക്കെല്ലാം അറിയാവുന്ന ഒരു ബ്രാൻഡാണ് മോത്തിലാൽ ഓസ്വാൾ. ഈ മോത്തിലാൽ ഓസ്വാളിൻ്റെ ഒരു സബ്സിഡിയറിയാണ് തേജി മന്തി. ഇതൊരു സെബി രജിസ്റ്റേർഡ് ആയിട്ടുള്ള കമ്പനിയാണ്. മോത്തിലാൽ ഓസ്വാളിൻ്റെ കോഫൗണ്ടർ ആയിട്ടുള്ള രാംദേവ് അഗർവാളാണ് ഇതിൻ്റെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിലുള്ളത്. പിന്നെ വൈഭവ് അഗർവാളാണ് തേജി മന്തിയുടെ ഫൗണ്ടർ. ഇതെല്ലാം ഉള്ളതുകൊണ്ട് തന്നെ തേജി മന്തി ഉപയോഗിച്ച് നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഇൻവെസ്റ്റ് ചെയ്യാം. തേജി മന്തിയുടെ പോർട്ട്ഫോളിയോ എന്ന് പറയുമ്പോൾ തേജി മന്തി ഫ്ലാഗ്ഷിപ്പ്, അതിൻ്റെ കഴിഞ്ഞ 2 വർഷത്തെ റിട്ടേൺസ് എടുത്തു കഴിഞ്ഞാൽ 36% റിട്ടേൺസ് വരുന്നത്. പിന്നെ തേജി മന്തി ഉപയോഗിച്ച് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് മാർക്കറ്റിൻ്റെ അപ്സ് ആൻഡ് ഡൗൺസ് അനുസരിച്ചിട്ട് കൃത്യമായിട്ട് പോർട്ട്ഫോളിയോ റീബാലൻസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അവർ നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള അപ്ഡേറ്റ് തരും. മാർക്കറ്റ് മാറുമ്പോൾ നമ്മൾ എന്തുകൊണ്ട് ഈ സ്റ്റോക്കുകൾ ഒഴിവാക്കണം, എന്തുകൊണ്ട് ഈ സ്റ്റോക്കുകൾ നിങ്ങളുടെ പോർട്ട്ഫോളിയോയിൽ ആഡ് ചെയ്യണം എന്നൊക്കെയുള്ള കൃത്യമായ അപ്ഡേറ്റ് നിങ്ങൾക്ക് തരും. അങ്ങനെ മാർക്കറ്റിനനുസരിച്ച് റീബാലൻസ് ചെയ്ത് നിങ്ങൾക്ക് അതിൽ നിന്നുള്ള റിട്ടേൺസ് നല്ല രീതിയിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ പറ്റും. തേജി മന്തി പോർട്ട്ഫോളിയോയുടെ സബ്സ്ക്രിപ്ഷൻ ഫീ സ്റ്റാർട്ട് ചെയ്യുന്നത് 99 രൂപ ഒരു മാസം എന്നുള്ള നിരക്കിലാണ്. 12 മന്ത് പ്ലാൻ പർച്ചേസ് ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് ഈ റേറ്റിൽ കിട്ടുന്നത്. പിന്നെ നിങ്ങൾക്ക് ഇവിടെ വരുന്ന മിനിമം ഇൻവെസ്റ്റ്മെൻറ്റ് 25,000 രൂപയാണ്. പക്ഷേ നിങ്ങൾ 25,000 രൂപ ഇൻവെസ്റ്റ് ചെയ്താലും 25 ലക്ഷം ഇൻവെസ്റ്റ് ചെയ്താലും നിങ്ങളുടെ സബ്സ്ക്രിപ്ഷൻ ഫീ സെയിം ആയിരിക്കും. കാരണം ഇവരൊരു ഫ്ലാറ്റ് ഫീ ബേസിലാണ് വർക്ക് ചെയ്യുന്നത്. പിന്നെ ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മന്ത്ലി SIP ആയിട്ടും ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ റീസെൻ്റ്ലി മൾട്ടി ബാഗർ എന്ന് പറയുന്ന ഒരു പോർട്ട്ഫോളിയോയും കൂടെ തേജി മന്തി ആഡ് ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. തേജി മന്തി ആപ്പ് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ ഈ ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഷെയർ മാർക്കറ്റിൽ വളരെ ഈസി ആയിട്ട് തന്നെ ഇൻവെസ്റ്റ് ചെയ്ത് തുടങ്ങാവുന്നതാണ്. ഇനി ഇൻവെസ്റ്റേഴ്സിന് പറ്റാവുന്ന മൂന്നാമത്തെ മിസ്റ്റേക്ക് ഡൈവേഴ്സിഫൈ ചെയ്യില്ല എന്നുള്ളതാണ്. ഇത് ബിഗിനേഴ്സിന് പറ്റുന്നതല്ല, നിങ്ങൾ കുറച്ചധികം കാലം ഇൻവെസ്റ്റ് ചെയ്ത് കഴിയുമ്പോഴാണ് നമുക്ക് ഈ ഒരു അബദ്ധം പറ്റുന്നത്. അതായത് നിങ്ങൾ ഇനീഷ്യലി ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് തുടങ്ങി, അതിലെ റിട്ടേൺസ് ഒക്കെ നല്ലതായിട്ട് കാണുമ്പോൾ ചിലപ്പോൾ നിങ്ങൾ അതിൽ തന്നെ കൂടുതൽ ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്ത് തുടങ്ങും. പക്ഷേ നിങ്ങൾ ഈ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് കണ്ടിന്യൂ ചെയ്യുന്ന സമയത്ത് അതിനെ ഡൈവേഴ്സിഫൈ ചെയ്യാനായിട്ട് മറന്നുപോകും. ഇൻവെസ്റ്റ്മെൻറ്റിനെ കുറിച്ചുള്ള ഏറ്റവും ബേസിക് ആയിട്ടുള്ള റൂള് എല്ലാ മുട്ടകളും കൂടെ ഒരു കൊട്ടയിൽ വെക്കരുതെന്നാണ്. അപ്പോൾ എല്ലാ മുട്ടയും കൂടെ ഒരു കൊട്ടയിൽ വെച്ച് എന്ത് പറ്റും? ആ കൊട്ട മറിഞ്ഞാൽ എല്ലാ മുട്ടയും പൊട്ടും. സോ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് എപ്പോഴും ഡൈവേഴ്സിഫൈ ചെയ്യണം. ഈ ഡൈവേഴ്സിഫിക്കേഷൻ എന്നുള്ളത് പല രീതിയിലാവാം. അപ്പോൾ റിസ്കിൻ്റെ കാര്യത്തിൽ ഡൈവേഴ്സിഫൈ ചെയ്യാം. അതായത് നിങ്ങളുടെ മുഴുവൻ ഇൻവെസ്റ്റ്മെൻറ്റും റിസ്ക് ഉള്ളിടത്ത് ഇൻവെസ്റ്റ് ചെയ്യാതെ, അല്ലെങ്കിൽ മുഴുവൻ ഇൻവെസ്റ്റ്മെൻറ്റും സേഫായിട്ട് ഇൻവെസ്റ്റ് ചെയ്യാതെ അതിനൊരു പെർസെൻറ്റേജ് തിരിച്ച് കുറച്ച് ഭാഗം സേഫ് ഇൻവെസ്റ്റ്മെൻറ്റും കുറച്ച് ഭാഗം മാർക്കറ്റ് ലിങ്ക്ഡ് ഇൻവെസ്റ്റ്മെൻറ്റും ആക്കാം. ഇനി മാർക്കറ്റ് ലിങ്ക്ഡിൽ തന്നെ നിങ്ങൾക്ക് പല സെക്ടറിലായിട്ട് ഇൻവെസ്റ്റ് ചെയ്യാം. അപ്പോൾ ഒരു സെക്ടറിൽ മാത്രം ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ, ഇപ്പോൾ ടെക്നോളജി സെക്ടറിൽ മാത്രം ഇൻവെസ്റ്റ് ചെയ്തു, അപ്പോൾ ടെക്നോളജി സെക്ടർ ഡൗൺ ആയി കഴിഞ്ഞാൽ നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് മൊത്തത്തിൽ ഡൗൺ ആയിപ്പോകും. അപ്പോൾ കുറച്ച് ടെക്നോളജിയിൽ ഇൻവെസ്റ്റ് ചെയ്യുക, കുറച്ച് ഫാർമയിൽ ഇൻവെസ്റ്റ് ചെയ്യുക, കുറച്ച് മറ്റേതെങ്കിലും ഡിപ്പാർട്ട്മെൻറ്റിൽ ഏതെങ്കിലും സെക്ടറിൽ ഇൻവെസ്റ്റ് ചെയ്യുക. പിന്നെ കമ്പനികൾ മിഡ് ക്യാപ്പ്, ലാർജ് ക്യാപ്പ്, സ്മോൾ ക്യാപ്പ്, അങ്ങനെ പല ക്യാപ്പിൽ മാർക്കറ്റ് ക്യാപ്പിൽ കമ്പനികളുണ്ട്. അപ്പോൾ സ്റ്റോക്സ് വാങ്ങുമ്പോൾ തന്നെ ഇങ്ങനെ പല മാർക്കറ്റ് ക്യാപ്പിലുള്ള കമ്പനികളിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ നോക്കുക. പിന്നെ നിങ്ങളുടെ ടോട്ടൽ ഇൻവെസ്റ്റ്മെൻറ്റ് മൊത്തത്തിൽ ഒരു ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ടുകളിലോ അല്ലെങ്കിൽ സ്റ്റോക്സിലോ മാത്രം ഇൻവെസ്റ്റ് ചെയ്യാതെ കുറച്ച് റിയൽ എസ്റ്റേറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാം, കുറച്ച് ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്യാം. അങ്ങനെ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് എപ്പോഴും നിങ്ങൾ ഇൻവെസ്റ്റ്മെൻറ്റ് ഡൈവേഴ്സിഫൈ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. കാരണം ഏതെങ്കിലും ഒരു സെക്ടറിൽ മാർക്കറ്റ് ഡൗൺ ആയി കഴിഞ്ഞാൽ നിങ്ങളുടെ ബാക്കി ഇൻവെസ്റ്റ്മെൻറ്റുകൾ സേഫ് ആയിരിക്കും. അതേപോലെ ഏതെങ്കിലും ഒരു സെക്ടറിൽ വൻ ഉയർച്ച സംഭവിച്ചാൽ അതിൻ്റെയും ഒരു ഗുണം നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ഡൈവേഴ്സിഫൈ ചെയ്യാതിരിക്കുക എന്നതാണ് മൂന്നാമത്തെ മിസ്റ്റേക്ക്. ഡൈവേഴ്സിഫൈ ചെയ്യുക എന്നതാണ് അതിനുള്ള സൊല്യൂഷൻ. അടുത്ത മിസ്റ്റേക്കാണ് ഇമോഷണൽ ഇൻവെസ്റ്റ്മെൻറ്റ്. ഈ ഇമോഷൻ എന്ന് പറഞ്ഞാൽ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് സ്കീമിനോടോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കമ്പനിയുടെ ഷെയറിനോടോ ഉള്ള ഒരു പ്രത്യേക അടുപ്പം, അതൊരു ഇമോഷണൽ പ്രശ്നമാണ്. പിന്നെ നിങ്ങളുടെ പേടി, പിന്നെ അത്യാർത്തി, ഇതെല്ലാം ഈ ഒരു ഇമോഷണൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഉള്ളിൽ പെടും.
അപ്പോൾ ഏതെങ്കിലും ഒരു ഷെയറിനോട് ഒരു അട്രാക്ഷൻ, ഏതെങ്കിലും ഒരു കമ്പനിയോടുള്ള അട്രാക്ഷൻ കൊണ്ട് നിങ്ങൾ ഇൻവെസ്റ്റ്മെൻറ്റ് കണ്ടിന്യൂ ചെയ്യാമെന്ന് വിചാരിക്കുക. ആ ഒരു ഷെയർ നിങ്ങൾക്ക് മുമ്പ് നല്ല ലാഭം ഉണ്ടാക്കി തന്നിട്ടുണ്ടാവും, പക്ഷേ ഇനി അത് കീപ്പ് ചെയ്യുന്നതുകൊണ്ട് നിങ്ങൾക്ക് ഗുണമൊന്നുമില്ല. അപ്പോൾ ആ ഷെയർ ഇപ്പോൾ വിൽക്കുന്നതാണ് നല്ലത്. എന്നാൽ അതിനോടുള്ള ഒരു ഇമോഷണൽ അറ്റാച്ച്മെൻറ്റ് കൊണ്ട് നിങ്ങൾ ആ ഷെയർ അപ്പോഴും കണ്ടിന്യൂ ചെയ്യും. അങ്ങനെ കുറേ കാലം കഴിയുമ്പോൾ നിങ്ങൾക്ക് അതിൽ നിന്ന് വലിയ നഷ്ടമാണ് സംഭവിക്കുക. മാർക്കറ്റ് മാറുന്നതിനനുസരിച്ച് നമ്മുടെ പോർട്ട്ഫോളിയോ നമ്മൾ റീബാലൻസ് ചെയ്യണം. ആ സമയത്ത് ഇത്തരം ഇമോഷനുകളൊന്നും നിങ്ങളെ സ്വാധീനിക്കാൻ പാടില്ല. പിന്നെയുള്ളതാണ് നിങ്ങളുടെ പേടി. ഞാൻ ആദ്യം പറഞ്ഞു, നമ്മൾ അറിയാത്ത ഒരിടത്ത് ഇൻവെസ്റ്റ് ചെയ്തിട്ട് പെട്ടെന്ന് നെഗറ്റീവ് റിട്ടേൺസ് വരുമ്പോൾ നമ്മൾ പാനിക്കാവും. അങ്ങനെ പാനിക്കാവാൻ പാടില്ല. ഷോർട്ട് ടേമിൽ എല്ലാ ഇൻവെസ്റ്റ്മെൻറ്റിലും റിസ്ക് ഉണ്ട്, പക്ഷേ ലോങ് ടേമിൽ ഈ റിസ്ക് ഒക്കെ കുറഞ്ഞു വരും. അപ്പോൾ കൂടുതൽ കാലം ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ റിസ്ക് ഒക്കെ ഒഴിവാക്കി നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള റിട്ടേൺസ് എടുക്കാൻ പറ്റും. അപ്പോൾ ഏതെങ്കിലും ഇൻവെസ്റ്റ്മെൻറ്റിൽ നിന്ന് നഷ്ടം ഉണ്ടാകുമ്പോൾ അതിപ്പോൾ തന്നെ അവസാനിപ്പിക്കണോ അതോ കുറച്ച് കാലം കണ്ടിന്യൂ ചെയ്താൽ ഇതിൽ നിന്ന് ലാഭം ഉണ്ടാക്കാൻ പറ്റുമോ എന്നൊക്കെ നിങ്ങൾക്ക് യാതൊരു ഇമോഷൻ്റെ സ്വാധീനവും ഇല്ലാതെ ചിന്തിക്കാൻ പറ്റണം. എന്നാലേ നിങ്ങൾക്ക് കൃത്യമായ ഒരു ഡിസിഷൻ ഇതിനെ പറ്റി എടുക്കാൻ പറ്റുള്ളൂ. അതേപോലെ തന്നെയാണ് നിങ്ങൾക്ക് ഇത്തിരി ആർത്തി വരുന്നതും ഈ ഒരു ഇമോഷണൽ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ഭാഗമാണ്. അതായത് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തു, നല്ല രീതിയിൽ റിട്ടേൺസ് കിട്ടുമ്പോൾ നിങ്ങൾ ചിലപ്പോൾ കടം വാങ്ങിയൊക്കെ ഇൻവെസ്റ്റ് ചെയ്യും. അത് കൂടുതൽ ലാഭം ഉണ്ടാക്കണം എന്നുള്ള ഏതൊരു മനുഷ്യൻ്റെ ആഗ്രഹത്തിൻ്റെ പുറത്താണ്. അപ്പോൾ കടം വാങ്ങി ഇൻവെസ്റ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഉദ്ദേശിച്ച റിട്ടേൺസ് കിട്ടിയില്ലെങ്കിൽ, അല്ലെങ്കിൽ നെഗറ്റീവ് റിട്ടേൺസ് വന്നു കഴിഞ്ഞാൽ ഈ കടം വാങ്ങിയ ആൾക്ക് അത് തിരിച്ചു കൊടുക്കാൻ പറ്റാത്ത അവസ്ഥ വരും. ഇനി ഈ കടത്തിന് പലിശ ഉണ്ടെങ്കിൽ ഈ പലിശയുടെ അധിക ബാധ്യതയും കൂടെ നിങ്ങൾക്ക് വരും. സോ ഇൻവെസ്റ്റ്മെൻറ്റ് തുടങ്ങുമ്പോഴും അത് തുടരുമ്പോഴും നമ്മൾ ഒഴിവാക്കേണ്ട ഒരു മിസ്റ്റേക്കാണ് ഇമോഷണൽ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. അതൊരു പ്രത്യേക സ്കീമിനോടോ ഷെയറിനോടോ ഉള്ള ഒരു അടുപ്പമാവാം, പേടിയാവാം, ഈ പറഞ്ഞ പോലെ ആർത്തിയാവാം. ഇത്തരം ഇമോഷൻസ് ഒന്നും നമ്മളെ ബാധിക്കാതെ ഇൻവെസ്റ്റ് ചെയ്താലേ നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള റിട്ടേൺസ് എടുക്കാൻ പറ്റുള്ളൂ. അടുത്ത മിസ്റ്റേക്കാണ് ജോലി വേണ്ടെന്ന് വെച്ച്, ജോലി രാജിവെച്ചിട്ട് മുഴുവൻ സമയം ഇൻവെസ്റ്റ്മെൻറ്റിനായിട്ട് ചിലവഴിക്കുന്നത്. ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ പർപ്പസ് നമ്മുടെ നിത്യ ചെലവുകൾ നടത്തുക എന്നതായിരിക്കരുത്. അതിൻ്റെ പർപ്പസ് വെൽത്ത് ക്രിയേഷൻ ആയിരിക്കണം. അതായത് നിങ്ങൾക്ക് സമ്പാദ്യം ഉണ്ടാക്കാൻ. ഈ സമ്പാദ്യം എന്തിനാണ്? നിങ്ങളുടെ ജീവിതത്തിലെ ഓരോ ലക്ഷ്യങ്ങൾക്കും ഓരോ ഗോളുകൾക്കും വേണ്ടി നിങ്ങൾക്ക് ഈ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാം. നിങ്ങൾക്ക് പുതിയ വാഹനം വാങ്ങാൻ, വീട് വയ്ക്കാൻ, വിവാഹം കഴിക്കാൻ, വിദേശ യാത്ര നടത്താൻ, അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന വില കൂടിയ വസ്തുക്കൾ വാങ്ങിക്കാൻ, ഇതെല്ലാം നിങ്ങളുടെ ഗോളുകളാക്കിയിട്ട് ഈ ഗോളുകൾക്കെല്ലാം വേണ്ടി നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാം. പക്ഷേ നിങ്ങളുടെ ജീവിത ചെലവിനുള്ള വകുപ്പ് നിങ്ങൾ മറ്റൊരു സോഴ്സിൽ നിന്നും കണ്ടെത്തണം. അത് ജോലിയാകാം, ബിസിനസ് ആവാം, എന്തെങ്കിലും പ്രൊഫഷൻ ആകാം. പക്ഷേ ആ ഒരു വരുമാനത്തിന് വേണ്ടി നിങ്ങൾ ഇൻവെസ്റ്റ്മെൻറ്റിനെ കാണരുത്. അതിന് കാരണം ഇൻവെസ്റ്റ്മെൻറ്റിൽ നിന്നുള്ള റിട്ടേൺസ് ഏത് സമയത്തും ഇല്ലാതാകാം, നെഗറ്റീവ് ആകാം. അപ്പോൾ മാർക്കറ്റ് മാറുന്നതിനനുസരിച്ച് കുറേ സമയത്തേക്ക് നമുക്ക് അതിൽ നിന്ന് റിട്ടേൺസ് വരാത്തൊരവസ്ഥ ഉണ്ടാകും. അപ്പോൾ നിങ്ങളുടെ ഒരേ ഒരു വരുമാന മാർഗം ഈ ഇൻവെസ്റ്റ്മെൻറ്റും ഇതിൽ നിന്നുള്ള റിട്ടേൺസും ആണെങ്കിൽ ഇത്തരത്തിലുള്ള അവസ്ഥകളിൽ നിങ്ങൾക്ക് വരുമാനമില്ലാതാകും. നിങ്ങൾ വലിയൊരു പ്രശ്നത്തിൽ പോയി പെടും. അപ്പോൾ പലർക്കും പറ്റുന്നതാണ് ഇൻവെസ്റ്റ്മെൻറ്റ് തുടങ്ങി അതിൻ്റെ ഒരു രസം പിടിച്ച് അങ്ങനെ ഇൻവെസ്റ്റ്മെൻറ്റ് മാത്രം മതി, ജോലി വേണ്ട എന്നുള്ളൊരു തീരുമാനത്തിലെത്തി ജോലി രാജിവെച്ച് മുഴുവൻ സമയം ഇൻവെസ്റ്റ്മെൻറ്റിന് ഇറങ്ങും. അവസാനം കുറേ പണം ഇവിടെ ലോക്കായിട്ട് പെടും. ഇപ്പോൾ അതിലൊരു സ്റ്റോക്കും വിറ്റ് പണം എടുക്കാൻ പറ്റാത്തൊരവസ്ഥയാവും. പിന്നെ വെയിറ്റ് ചെയ്ത് ഈ സ്റ്റോക്കുകളൊക്കെ ലാഭത്തിലാവുമ്പോഴേ നമുക്ക് അതിൽ നിന്ന് ലാഭം എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അത്രയും കാലം റിട്ടേൺസ് ഇല്ല, വരുമാനമില്ല. ഇത് പലർക്കും പറ്റുന്നൊരു മിസ്റ്റേക്കാണ്. എന്നാൽ ഇതേ സമയം ജോലി രാജിവെച്ച് ഫുൾ ടൈം ഇൻവെസ്റ്റർ ആയിട്ട് അത് മാത്രം വെച്ച് ജീവിച്ചു പോകുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ അത് കണ്ട് നമ്മൾ ശ്രമിക്കുന്ന സമയത്ത് ചിലപ്പോൾ നമുക്ക് അതേപോലെയുള്ള റിട്ടേൺസ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റണമെന്നില്ല. സോ ഇതെൻ്റെ ഒരു പേഴ്സണൽ സജഷനാണ്. നിങ്ങളുടെ ഷെയർ ട്രേഡിങ്ങോ അല്ലെങ്കിൽ മറ്റ് ഇൻവെസ്റ്റ്മെൻറ്റോ നിങ്ങളുടെ പ്രധാന വരുമാന മാർഗ്ഗമായിട്ട് ഒരിക്കലും കാണരുത്. അതിനെ വെൽത്ത് ക്രിയേഷന് വേണ്ടി ഉപയോഗിക്കുക. വരുമാന മാർഗ്ഗങ്ങൾ മറ്റു രീതിയിൽ കാണുക, അത് മെയിൻറ്റെയിൻ ചെയ്ത് പോവുക. സോ ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് സംഭവിക്കാവുന്ന ഏറ്റവും കോമൺ ആയിട്ടുള്ള മിസ്റ്റേക്സാണ് ഞാൻ ഈ വീഡിയോയിൽ കവർ ചെയ്തത്. ഈ വീഡിയോ യൂസ്ഫുൾ ആയെന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ ചാനലിലെ മറ്റു വീഡിയോസ് കണ്ടു നോക്കുക. നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ അതിൽ നിന്ന് കിട്ടും. സോ അടുത്ത എപ്പിസോഡിൽ മറ്റൊരു ടോപ്പിക്കുമായിട്ട് കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.